ഇന്ന് നമുക്ക് ചപ്പാത്തിയും ദാൽ ഫ്രൈയും ഒരു മുളകും ഉണ്ടാക്കാം. ദാൽ ഫ്രൈക്ക് ഞാൻ ഒരു സാധാ തോമര അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബോംബെ തോമര എന്ന് പറയത്തില്ലേ, ഒരു ചുമന്ന കളറിൽ, അതും കൂടെ അരക്കപ്പ്. രണ്ടും കൂടെ ഒരു കപ്പ്. ഈ തോമര ബോംബെ തോമര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മറ്റേ സാധാ തോമര മാത്രമായാലും മതി. നമുക്കിതൊന്ന് കഴുകി വേവിച്ചെടുക്കും. ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റെഡ് തോമര അരക്കപ്പ് എടുക്കുന്നതിന് പകരം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പരിപ്പ് വയ്ക്കുന്ന ചെറുപരിപ്പില്ലേ, അത് പകുതി, ഈ റെഡ് പകുതി, അങ്ങനെ മൂന്നും കൂടെ ഇട്ടാലും മതി. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ സാധാ തോമര വെച്ച് മാത്രം വയ്ക്കാം. ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ദാൽ ഫ്രൈക്ക് സവാള വേണം. അപ്പം ഞാൻ 2 മീഡിയം ടൈപ്പ്, മീഡിയം അല്ല ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. മീഡിയം ടൈപ്പാണെങ്കിൽ 1.5 മുറി വേണം. നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, ചെറുതായിട്ട്. കളയാം. ചെറുതായിട്ട് അരിയണേ. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടാം. ഞാനൊരു 4, ഇതിന് വലിയ എരിവില്ല, അതുകൊണ്ട് ഈ 2 പച്ചമുളകും 2 എരിവുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇച്ചിരി പഴുത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളി. ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതിന് കൂടുതൽ വേണം കേട്ടോ. കൂടുതൽ ഒരുപാടല്ല, ഞാൻ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുടം, ഒരു വലിയ വെളുത്തുള്ളി, അല്ലി പറയാൻ പറ്റത്തില്ല, ഒരു വലിയ വെളുത്തുള്ളി. 1 കപ്പ് പരിപ്പുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ്, സാധാ പരിപ്പ് ഒരു 3/4 കപ്പും മറ്റേത് 1/4 കപ്പുമായിട്ടും എടുക്കാം. ഒന്ന് ചതച്ചെടുക്കണം. ഇത് അരിഞ്ഞിട്ടാൽ പോരാ, ഒന്ന് ചതക്കണം. ഒത്തിരി ചതക്കണ്ട, ഒന്ന് പൊട്ടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാൽ ഫ്രൈ ഉണ്ടാക്കാം. നമ്മുടെ ദാലൊക്കെ വെന്തിരിക്കും. നമുക്ക് ചപ്പാത്തിക്ക് മുളക് ചതച്ചതുണ്ടാക്കാം. അതിന് ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂണേക്കാൾ ഇച്ചിരി കൂടെ ഉണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10-12 എണ്ണം ഉണ്ട്, അതിട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തത് ഒരു 4 സാധാ മുളകും അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയ്ക്ക് പുളി
പുളി വേണം എന്നില്ല, ഇത് ഓപ്ഷനല്ല. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇച്ചിരിയേ ഉള്ളൂ, ശക്കലമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് നോക്കിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെളുത്തുള്ളി ഉണ്ട്, അതൊന്ന് ഈ പാനിലിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയല്ല, ഒന്ന് മൊരിയിച്ചെടുക്കാം. ഞങ്ങൾ പണ്ട് ബോംബെയിലൊക്കെ പോയിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്മ ചപ്പാത്തി ഉണ്ടാക്കി മുളകും ഉണ്ടാക്കി തന്നു വിടുമായിരുന്നു, ചീത്തയാവാതിരിക്കാൻ. ഇതിപ്പോൾ എടുത്തപ്പോൾ അമ്മ എടുത്തുള്ള പോലെ തോന്നുന്നു.